ടൊവിനോ തോമസിന്റെ ഏറ്റവും പുതിയ ചിത്രം നരിവേട്ട ഇന്ന് തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. ചിത്രത്തിന്റെ ട്രെയിലർ വന്നപ്പോൾ തന്നെ കേരളത്തിൽ നടന്ന പല സമരങ്ങളുടെയും കഥയാണ് ചിത്രം പറയുന്നതെന്ന് വ്യക്തമായിരുന്നു. ചിത്രം യഥാർത്ഥത്തിൽ ചരിത്രമാണോ പറയുന്നത്? നമുക്ക് കണ്ട പ്രേക്ഷകരോട് തന്നെ ചോദിക്കാം. അങ്ങനെ മൂവി എങ്ങനെയുണ്ട് നരിവേട്ട? അടിപൊളി പടമാണ്. ആക്ടിംഗ് ഒക്കെ നല്ലതായിരുന്നോ? അടിപൊളിയാണ്. ടൊവിനോയുടെ അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ചേരൻ ആദ്യമായിട്ടാണല്ലോ തമിഴ് ആക്ടർ മലയാളം മൂവിയിലേക്ക് വരുന്നത്. അദ്ദേഹത്തിന്റെ അഭിനയം എങ്ങനെയുണ്ട്? ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും എല്ലാം അടിപൊളിയാണ്. ടൊവിനോയുടെ ആക്ടിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? നല്ല അഭിനയമാണ്. ചേരൻ ആദ്യമായിട്ടാണല്ലോ ഈ മൂവിയിൽ മലയാളം മൂവിയിൽ അഭിനയിക്കുന്നത്. അദ്ദേഹം എങ്ങനെയുണ്ട്? നല്ല കഥയൊക്കെ ഇഷ്ടപ്പെട്ടോ? ആക്ടിംഗ് എല്ലാവരും അടിപൊളിയാണ്. കഥ എങ്ങനെയുണ്ട്? ഒരു ആദിവാസിയുടെ കഥയാണ്. മൂവി ഒരു ചരിത്രത്തെയാണല്ലോ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഭരണകൂട ഭീകരതയെ കണ്ണുനീരോടെ അല്ലാതെ അത് കണ്ടു തീർക്കാൻ പറ്റില്ല. ഇന്നും വയനാട്ടിൽ ആദിവാസികളുടെ ഇടയിലേക്ക് നോക്കുമ്പോൾ അത് ഇന്നും അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസ് നടത്തിയ വേട്ട, ഭരണകൂടത്തിൻ്റെ അനുമതിയോടുകൂടെ പോലീസ് നടത്തിയ വേട്ട, അതിലിരയാക്കപ്പെട്ട മനുഷ്യർ, കേരളം കണ്ട ഏറ്റവും വലിയ ഭൂസമരത്തിൽ നരവേട്ട നടത്തിയത് ഭരണകൂടം. ആ ഭരണകൂട വേട്ടയെ എങ്ങനെയാണ് നമുക്ക് പൊട്ടിക്കരച്ചിലോടുകൂടെ അല്ലാതെ, നിറഞ്ഞ രോഷത്തോടു കൂടെ അല്ലാതെ ആ സിനിമ കണ്ടിറങ്ങാൻ കഴിയില്ല. ചലച്ചിത്രം എടുത്തവരോട് നന്ദിയുണ്ട്. കാര്യം ഈ വലിയ നീതികേടിനെ ചരിത്രത്തിൽ ഒരിടത്തും കുഴിച്ചു മൂടാൻ പറ്റാത്ത വിധം കാലത്തിൽ ഇങ്ങനെ തുറന്നു വെച്ചു കൊടുത്തതിന് ഈ ചലച്ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകരോടെല്ലാം പറഞ്ഞു തീരാനാവാത്ത നന്ദിയുണ്ട്. ഇനി ഇങ്ങനെ ഈ ജനതയ്ക്ക് ഇനിയും ഈ ജനതയ്ക്ക് ഭൂമിക്ക് വേണ്ടി, ഏറ്റവും മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാന അവകാശമായ ഭൂമിക്ക് വേണ്ടിയിട്ട് ഇനിയും തീരാത്ത ഈ അനീതി ഇപ്പോഴും മുത്തങ്ങ മാത്രമല്ല, പനവല്ലി, അമ്പുകുത്തി, ചീമേനി, എത്ര പേരുകളിലാണ് കേരളത്തിലെമ്പാടും നടക്കുന്ന ഈ ഭൂസമരങ്ങൾക്ക് ഈ സിനിമയോടുകൂടി ഒരു അറുതി വരട്ടെ. ഭരണകൂടം ഒന്ന് മാറ്റി ചിന്തിക്കാനായിട്ട് ഈ സിനിമ ഇടയാക്കട്ടെ എന്ന് മാത്രം. ഈ കണ്ണീരിനി ആവർത്തിക്കാതിരിക്കട്ടെ. 5 പേരുടെ മരണത്തിൻ്റെ കഥയാണ് പറയുന്നെങ്കിൽ 25 പേരോളം അതിൽ കുരുതി കഴിക്കപ്പെട്ട ആളുകളുടെ എണ്ണമല്ല, ഈ ചരിത്രം, കാലം, ഈ മനുഷ്യരോട് കാണിച്ച അനീതി ഇന്നും തുടരുന്നല്ലോ എന്നോർത്തുള്ള വേദനയോട് കൂടി അല്ലാതെ, ഉള്ളിൽ അടക്കാനാവാത്ത രോഷത്തോടു കൂടി അല്ലാതെ ഈ ഭരണകൂട ഭീകരതയുടെ നേർദൃശ്യങ്ങളെ ഭരണകൂടവും പോലീസും ചേർത്ത് എല്ലാ കാലത്തും ആദിവാസികളെയും മാവോയിസ്റ്റ് വേട്ടയുടെ പേരിലും മാവോയിസ്റ്റുകളുടെ അവരുമായിട്ടുള്ള പേരിൽ, മാവോയിസ്റ്റുകൾ എന്ന പേരിൽ മുദ്ര കുത്തിയിട്ട് എല്ലാ കാലത്തും കേരളത്തിലെ മാറി വന്ന ഭരണകൂടങ്ങളെല്ലാം ഈ മനുഷ്യരോട് കാണിച്ചിട്ടുള്ള ചരിത്രപരമായ അനീതിയുടെ തുറന്നെഴുത്താണ് ഈ ചിത്രം. ഇത് കേരളത്തിലെ ഓരോ മനുഷ്യരും, ഭരണകർത്താക്കളും എല്ലാവരും കണ്ടിരിക്കേണ്ട സിനിമയാണ്. അതിനപ്പുറം ഒന്നും പറയാനില്ല. ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ ഈ അനീതിക്ക് ഇനിയെങ്കിലും ഒരു പരിഹാരമാകും. ജനിച്ച മണ്ണിൽ അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള ഭൂ അധികാരത്തിലേക്ക് ഈ മനുഷ്യരെല്ലാം എത്തുന്ന ഒരു കേരളത്തിൽ മരിക്കാനാവണം എന്നുള്ള ഒരു സ്വപ്നത്തോടു കൂടിയാണ്. അത്രയും ഹൃദയം നുറുങ്ങുന്ന വേദനയോടും ഈ ചലച്ചിത്രം എടുത്ത മനുഷ്യരുടെ ധീരതയെ, ഈ കാലത്തും ഇത് തുറന്നു പറയാൻ കാണിച്ച ആ ധീരതയെ ഹൃദയം തൊട്ട് അഭിവാദ്യം ചെയ്തുകൊണ്ടുമാണ് ഈ ഒരു ഇത്രമാത്രം ഇമോഷണൽ ആയിട്ടുള്ള സിനിമയിൽ കാണുന്ന സാധാരണ വൈകാരിക രംഗങ്ങൾ പോലെ അല്ല ഇത്. ചരിത്രം, സത്യം ആ സിനിമയിൽ പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ കാലത്തേക്കും മൂടി വയ്ക്കാൻ കഴിയുന്നതല്ല സത്യം. കേരളം ആദിവാസികളോട്, അടിസ്ഥാന ജനതയോട്, ഈ നാട്ടിലെ ഭൂമിയുടെ അവകാശികളായിരുന്ന, ഭൂമിയുടെ അവകാശത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മനുഷ്യരോട് ഇനിയെങ്കിലും നീതി കാണിക്കണം എന്ന് ഇതിൽ കൂടുതൽ വ്യക്തമായി ഇത്രയും തെളിച്ചത്തോടു കൂടി ഇനി ആർക്കും പറഞ്ഞു വയ്ക്കാനാവുമെന്ന് തോന്നുന്നില്ല. കേരളം ഇത് കാണണം. ഈ സിനിമ ഇപ്പം പകുതിയോളം ഒഴിഞ്ഞു കിടന്ന കസേരകളിലിരുന്നാണ് ഞങ്ങളിത് കണ്ടത്. പക്ഷേ കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും, നിറഞ്ഞ വേദികളിൽ ഈ സിനിമ ഇതൊരു സിനിമയല്ല, ജീവിതത്തിൻ്റെ ചരിത്രത്തിൻ്റെ പകർച്ചയാണ്. ഇത് അവഗണിച്ച് കളയരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രമേ കേരളത്തിലെ മനുഷ്യരോട് ഞങ്ങൾക്ക് പറയാനുള്ളൂ. സിനിമ അടയാളപ്പെടുത്തലാണ്, നല്ല സിനിമ, അടിപൊളി സിനിമയാണ്. ആദ്യമായിട്ട് സിനിമ എല്ലാവരും കണ്ണ് നിറഞ്ഞിട്ട് കൈയടിക്കുന്നതാണെന്നോ. എല്ലാവരുടെ ആക്ടിംഗ് ഒക്കെ അടിപൊളിയാണോ? കഥ എങ്ങനെയുണ്ട് സിനിമയുടെ? ഗംഭീര കഥയാ, കുഴപ്പമില്ലായിരുന്നു. നല്ല മൂവിയാണോ? എല്ലാവരുടെ ആക്ടിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? ആക്ടിംഗ് ഒക്കെ നന്നായിരുന്നു. ചേരൻ ആദ്യമായിട്ടല്ലോ മലയാള സിനിമയിൽ അഭിനയിക്കുന്നത്. അദ്ദേഹത്തിന്റെ അഭിനയം എങ്ങനെയുണ്ട്? നല്ലൊരു ആക്ടിംഗ് ആയിരുന്നു. നല്ലൊരു ആക്ടിംഗ് ആണ്. കഥ എങ്ങനെയുണ്ട് സിനിമയുടെ? കുഴപ്പമില്ല, നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. ലാഗ് ഒന്നും അടിക്കുന്നില്ല. നല്ല മൂവിയാണ്. കഥ എങ്ങനെയുണ്ട് സിനിമയുടെ? ആദിവാസി കഥയാണ്. ഒരു
ത്രില്ലായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ലാഗ് ഇല്ലാതെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണോ? ടൊവിനോയുടെ ആക്ടിങ് എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ട്. ആർക്കെങ്കിലും ഇതില് വില്ലൻ ആരാ സിനിമയിലെ? വലിയൊരു തമിഴ് വില്ലാണ്, പേരറിയത്തില്ല. പേരറിയത്തില്ല. അടിപൊളിയാണോ? നല്ലുണ്ട്. കരിയർ ബെസ്റ്റ് ഓഫ് ടോവിനോ എല്ലാവരും ആണോ? നന്നായിട്ടുണ്ട്. ടൊവിനോയുടെ ആക്ടിങ് ഒക്കെ അടിപൊളിയാണ്. അടിപൊളിയാണ്. ചേരന്റെ അഭിനയം എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. വില്ലൻ ഷെയ്ഡൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് എല്ലാവരും കഥ എങ്ങനെയുണ്ട് മൊത്തത്തിൽ? മൊത്തത്തിൽ നല്ല സിനിമയാണ്. നമുക്ക് ലാഗ് അടിക്കാതെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവി. ലാഗൊന്നുമില്ല. ലാഗൊന്നുമില്ല. കഥ അത്രയ്ക്ക് സ്ട്രോങ് ആണ്. അതെ അതെ, നല്ലൊരു സ്റ്റേറ്റ്മെന്റുള്ള സ്റ്റോറിയാണ്. ഇന്നത്തെ കാലത്ത് കണ്ടിരിക്കേണ്ട ഒരു കണ്ടിരിക്കേണ്ട സിനിമയാണ്. ഒരു സിനിമയാണ്. കലാപത്തിൻ്റെ എഫക്റ്റ് ഉണ്ട്, എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ്.